നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. നമ്മുടെ ഈ വാഹനങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റിൽ RC. നമ്മുടെ പേരുള്ള വണ്ടി വിചാരിച്ചു, നമ്മുടെ പേരുള്ള വണ്ടി നമ്മൾ പഴകിയത് കാരണം കൊടുത്തു. അപ്പോൾ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഓട്ടോ ടാക്സി മേഖലയുള്ള വണ്ടി ഒരുപാട് പഴക്കം ചെല്ലുമ്പോൾ നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ മിക്കവാറും നമ്മൾ ചേരുന്ന ഒന്നെങ്കിൽ ഷോറൂമിലായിരിക്കും. നമുക്കറിയാവുന്ന ഒരാൾക്ക് നമ്മൾ സ്റ്റാൻഡിൽ തന്നെ ഉള്ള ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊരാൾക്ക് കൊടുക്കുവാണെങ്കിൽ വലിയ വിഷയം വരത്തില്ല. നമ്മൾ ഈ ഷോറൂമിൽ കൊടുക്കുന്ന വണ്ടി ഷോറൂമുകാർ അവരുടെ പേരിലോട്ട് പെട്ടെന്ന് വണ്ടി മാറ്റത്തില്ല. കാരണം വണ്ടി ആരെങ്കിലും വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ പേരിലോട്ടാക്കി കൊടുക്കത്തുള്ളൂ. അതിന് സമയമെടുക്കും. ചിലപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമൊന്നുമില്ല. അവരത് ഉത്തരവാദിത്തമായിട്ടൊന്നും അവർ ചിലപ്പോൾ പറയും ഞങ്ങൾ അങ്ങനെ എഴുതി തരും, എഗ്രിമെൻറ്റ് എഴുതി തരുമെന്ന് പറഞ്ഞാൽ ആ എഗ്രിമെൻറ്റിനൊന്നും വാല്യൂ ഇല്ല. കോടതിയിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റൊന്നും അല്ല. അതായത് ഞങ്ങൾ കൊടുത്ത വാഹനം ഷോറൂമിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ആ മേടിക്കുന്ന ആളുടെ പേരിലേക്ക് വണ്ടി ഞങ്ങൾ ഉടനെ തന്നെ മാറ്റാമെന്നുള്ള വ്യവസ്ഥ നമുക്ക് എഴുതി തരും. പക്ഷേ അതൊന്നും വാല്യൂഡ് അല്ല. അതുകൊണ്ട് നമുക്ക് കേസിന് പോകാൻ പറ്റത്തില്ല. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി ചിലപ്പോൾ നമ്മുടെ അമ്മയുടെയോ പെങ്ങന്മാരുടെയോ ആരുടെയും പേരിലായിരിക്കും വണ്ടി എടുക്കുന്നത്. നമ്മൾ വണ്ടി പഴക്കം ചെല്ലുമ്പോൾ കൊടുക്കും. ആ പൈസ കൊടുത്ത പൈസ മേടിച്ചിട്ട് ബാക്കി പൈസ കൂടെ ഇട്ടിട്ട് ഒരു വണ്ടി വേറെ പുതിയ അങ്ങ് എടുക്കും. നമ്മൾ പിന്നെ ആ പുതിയ വണ്ടി കൊണ്ട് അങ്ങനെ അങ്ങ് പോകും. വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ പേര് കേസോ കോടതിയിൽ നിന്ന് പേപ്പർ വരുമ്പോഴേക്കും ശ്രദ്ധിക്കുന്നത്, അയ്യോ എൻ്റെ പേരിലുള്ള വണ്ടിയാണല്ലോ, എനിക്കൊരു കേസ് വന്നിട്ടാണ് അറിയിക്കുന്നത്. കാരണം ഈ വണ്ടി വാങ്ങിക്കുന്ന ആൾ ഏത് ടൈപ്പിലുള്ള ആളാണെന്ന് നമുക്കറിയത്തില്ല. എവിടുന്നാണെന്ന് മേടിച്ചതെന്നും അറിയത്തില്ല. അവർ ഈ വണ്ടിയും കൊണ്ട് ചിലപ്പം വല്ല കള്ളക്കടത്തോ കഞ്ചാവോ മയക്കുമരുന്നോ വല്ല അടിപിടി കേസോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും ആ വണ്ടി ആരുടെ പേരിലാണ് കിടക്കുന്നത് വെച്ചാൽ അവരെയാണത് ബാധിക്കുന്നത്. എന്നുവെച്ചാൽ വണ്ടിയുടെ RC പേര് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ ആയിരിക്കും ആ വണ്ടി കിടക്കുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി കൊടുക്കുമ്പോൾ ആർക്ക് കൊടുത്താലും ശരി വണ്ടിയിൽ നിന്ന് RC പേര് മാറ്റി കൊടുക്കുക. പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. വണ്ടി കൊടുത്തുടനെ പിറ്റേ ദിവസം ഒന്നും മാറ്റി തരത്തില്ല. നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫോമുണ്ട്, 2 ഫോമുകളുണ്ട്. ആ ഫോം 20A 20B അങ്ങനെ 2 ഫോമുകളുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, 2 ഫോമുകളുണ്ടെന്നറിയാം. ആ ഫോം 2 ഒപ്പിടിച്ച് വാങ്ങിച്ച ആളുടെ നിന്ന് ഒപ്പിടിച്ച് RDBC കൊടുത്ത് ഉടനെ തന്നെ മാറ്റാനുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുക. അല്ലാതെ അതിൻ്റെ പുറകെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ട് വളരെ ഭീകരമായിരിക്കും. കാരണം നമ്മളല്ല ആയിരിക്കും, നമ്മുടെ അമ്മയൊക്കെ ആയിരിക്കും കോടതിയിലൊക്കെ കയറി ഇറങ്ങണം, ചിലപ്പോൾ അകത്ത് പോയി കിടക്കേണ്ടി വരും. എന്നുവെച്ചാൽ വലിയ പ്രശ്നങ്ങൾ വല്ലതും ആണെങ്കിൽ വണ്ടിയുടെ ഓണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയാണ് ബാധിക്കുന്നത്. വണ്ടി ഓടിച്ച ആളെയോ ഒന്നുമല്ല ബാധിക്കുന്നത്. വണ്ടിയുടെ പേര്, വണ്ടി ആരുടെ പേരിലാണ് കിടക്കുന്നത് അവരെ ബാധിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന വണ്ടിയിൽ നിന്ന് RC പേരും കൂടെ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക.